ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് എന്റെ ജനിച്ച് പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന് വെള്ളം കുടിക്കണം. ഈ നാടകം കാണിക്കാൻ എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. ഹായ് ഫ്രണ്ട്സ്, എനിക്ക് ആദ്യം പറയാനുള്ളത് എനിക്ക് ഒരേ ഒരു കാര്യമാണ്. ഞാനൊരു BJP അല്ല, ഞാനൊരു കോൺഗ്രസും അല്ല, കമ്മ്യൂണിസ്റ്റും അല്ല, ഒരു ലീഗും അല്ല. പക്ഷേ അഭിപ്രായ വ്യത്യാസം കണ്ടാൽ നമ്മളത് പറയും, ചൂണ്ടിക്കാണിക്കും, പ്രതികരിക്കും. അത് ഞാൻ ചെയ്യും. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന കാര്യം നമ്മുടെ മോദിയെക്കുറിച്ചാണ്. മോദി എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭരണത്തിൽ നമുക്ക് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാവാം. അത് നമ്മൾ തുറന്നു പറയാം. അല്ലാണ്ട് നമ്മുടെ മന്ത്രിയെ നാണം കെടുത്തിയോ, മന്ത്രിയെ മാതാപിതാക്കളെ അവരിപ്പോ ജീവിച്ചു പോലും ഇരിപ്പില്ല, അവരെ കുറിച്ച് മോശമായ കാര്യം പറയുന്ന അത് തെറ്റായ കാര്യമാണ്. ഈ പറയുന്ന ആളിനെ നമ്മൾ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അവർ ഇനി ഇത് ചെയ്യും. അവരല്ല, അവരെ പോലെ വേറെ ഉള്ള ആൾക്കാരത് ചെയ്യും. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. ഇത് ആദ്യം മുതലേ ഞാൻ കേൾക്കുന്നുണ്ട്. നമ്മളെ പ്രധാനമന്ത്രിയെ കുറിച്ച് അവരുടെ അമ്മയെ പറയുന്നുണ്ട്, അച്ഛനെ പറയുന്നുണ്ട്. അച്ഛൻ ചായ അടിക്കാരനാണ്, അമ്മ വീട്ടുജോലിക്കാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ എനിക്കതൊന്നും യോജിക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ നമ്മൾ എതിർപ്പ് നിന്നേ പറ്റൂ. ഈ പറഞ്ഞ ആളെ ജാൻമണിയോ ആ പുള്ളിക്കാരന് ഇതിന് നടപടി എടുത്തേ പറ്റൂ. അത് എന്താന്നുള്ള നിങ്ങളൊക്കെ കമന്റ് ഇടുക. എൻ്റെ അഭിപ്രായം.